കാട്ടാൻ എങ്ങനെയുണ്ട്? ഇഷ്ടാവുന്നില്ല അതിലിരിക്കുന്ന അത് കാട്ടാനാ. വണ്ടിക്കാരന് പേടി, ഒരു പേടി. ഇറങ്ങിയ റോഡിലേക്ക് ഇറങ്ങിയത്? ആ റോഡിലേക്ക് ഇറങ്ങിയാ ക്രോസ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ മാനുണ്ടല്ലോ. മാനിപ്പിന് ഇഷ്ടംപോലെ ദൂരം ഏറ്റവും പോലെ അങ്ങനെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെ നിൽക്കുന്നതിൻ്റെ തോർത്തൊരു ഗ്രൗണ്ട് പോലെ കണ്ടില്ലേ? അവിടെ നിൽക്കും. ഇവിടെ കുറച്ച് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നതാണ് ഗ്രൗണ്ടിൽ. അപ്പോൾ പിന്നെ കരടിയും കിട്ടുമായി, കരടിയും കടുവയും കിട്ടുമായി. മാനിനെ കിട്ടുക, കടുവ ഉണ്ടാവും. കരടിനെ ഞങ്ങൾ കണ്ടെത്തി. കരടി എന്താ സാധനം എന്നറിയാം. കുറേ നേരം വന്നിട്ട് ഒരുപാട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ പാലം ഓപ്പൺ ആക്കി ബ്രോ, രക്ഷപ്പെട്ടു. ഇല്ല ഓപ്പൺ ആക്കിയില്ല, ഓപ്പൺ ആക്കി. ആ സ്ഥലത്ത് കാറ് പോകുന്ന സ്ഥലത്ത് ഞങ്ങളന്ന് ഇതിൽ കൂടെ കുഴി കൂടെ ഇറങ്ങി പോയിക്കൊണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു സൈഡ് ഓപ്പൺ ആക്കി രക്ഷപ്പെട്ടു, അത് ഓപ്പൺ ആക്കി. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതേപോലെ ഒരെണ്ണം കൂടി, ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഇവിടെ നിങ്ങൾ പോ, അവരവിടെ സൈഡാക്കിക്കോ. ഞങ്ങളാ കുഴിക്കൂടെ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരുന്ന പച്ചക്കറിയും കയറ്റി വരുമ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി. ഇത് പിന്നെ വലിയ വിധിയിലുണ്ട്. അടുത്തതാണ് ഭയങ്കര സീൻ. അത് ഓപ്പൺ ആയാൽ രക്ഷ. ഊട്ടിയിലെ പാർട്ടി ഓഫീസും കഴിഞ്ഞിട്ട് ആ ഊട്ടി നാടുകാർ ചോര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം പേടിക്കണ്ട. പോലീസുകാരെന്ന് കൈ കാണിച്ചുകൊണ്ട് ഭംഗിയില്ലേ സ്ഥലം കാണാൻ. മഴ പെയ്ത് പച്ചപ്പം വന്ന പച്ചപ്പ് ആയതുകൊണ്ട് ഒരു സൈഡൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുകയും കൂടെ ചെയ്തു. മാൻ്റെ പേടിച്ചിട്ട് ഓടും. ഒറ്റയ്ക്കല്ല, പേടിച്ച് ഓടും. ഇവിടെ എന്തായാലും ഉണ്ടാവും. അതങ്ങനെ ഓടുന്നത്. മയിലൊക്കെ ഇരിക്കുന്ന ഈ കുഴിയാന്ന് തോന്നുന്നു. ഈ കുഴിയാണ് ഇതിൻ്റെ അപ്പുറത്ത് കുഴിയാണോ അറിയില്ല. എന്നത് കടുവേനെ കണ്ടത്. കടുവേൻ പോട്ടെ, കരടി. ഈ കുഴിയല്ല, ഈ കുഴിയല്ല. വണ്ടിയോടിട്ട് തിരിക്കുന്ന അയാൾ എന്താ ചെയ്യേണ്ടതാണ്? നല്ല കാലാവസ്ഥ കൂടെ നല്ല രസമല്ലേ വണ്ടി ഓടിക്കാൻ തന്നെ. നല്ല വൈബ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം. വൈകുന്നേരം ആയതുകൊണ്ട് ക്ഷീണമില്ലാത്ത, ക്ഷീണമല്ല, ഒരു പ്രത്യേക സുഖമില്ലേ? ഒരു പ്രത്യേക തണുപ്പും ചൂടും ഇല്ലാത്തൊരു കാലാവസ്ഥ കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. കാറ്റ് കഴിഞ്ഞാൽ കായൊക്കെ മരവിച്ചു തുടങ്ങി. നല്ല സ്ഥലമാണ്, തോടുള്ളതുകൊണ്ട്. അവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യം നമ്മൾ നിർത്തിയിട്ട് കുളിച്ചിട്ട് വന്നാൽ മതിയാണ്. ഒറ്റ കുളി വെള്ളത്തിൽ ഇറങ്ങിയിട്ട്. ചെറിയ വെയിലും നല്ല തണുപ്പും ഊട്ടി ക്ലൈമറ്റ്. എത്തിയല്ലോ. ഇനി മലനിരകൾ കയറി വേണം അടുത്ത ഊട്ടി കയറാൻ പോയി. ഈ കുഴിയിൽ നിന്ന് അവിടെ കയറിയിട്ട് ഇങ്ങനെ എന്നിട്ട് കുറേ നേരം അവിടെ നിന്നു. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടത് ഈ സെയിം പ്ലേസ്. ഇതാണ് ഇതേപോലത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട് ബ്രോ. ഇതാണ് ഇനി അപ്പുറത്താണോന്ന് അറിയില്ല. 2 പ്രാവശ്യം കണ്ട ഒരേ സ്ഥലത്ത് നിന്ന് 2 പ്രാവശ്യം കണ്ടു. ഒറ്റയ്ക്ക് ഒരെണ്ണമുണ്ട് അതേപോലത്തെ കുഴിയ. അവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വണ്ടികൾ ഒരുപാട് അതിനെ കാണാൻ വേണ്ടിയിട്ട്
ആ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് കയറി വരിക. ഇപ്പുറത്തുനിന്ന് പുറോസ് വെള്ളം കുടിക്കാൻ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കയറുന്നതാണെന്ന് അറിയില്ല. ഒരു ദിവസം ഞങ്ങൾ സന്ധ്യയ്ക്ക് കണ്ടു അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം കഴിഞ്ഞ് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ തന്നെ കുറേ വണ്ടികൾ എത്തിയിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ സാധനം കുഴിയിൽ നിന്നിട്ട് കാറുകാർ കണ്ടിട്ട് അവർ നിർത്തിയിട്ട് നമുക്കിത് മനസ്സിലാകുന്നില്ല എന്താണ്. നമുക്ക് എങ്ങനെയും എത്തി ഉറങ്ങാതെ വരുന്നുണ്ട്, എങ്ങനെയും റൂമിലെത്തി കിടന്ന് ഉറങ്ങാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പാലം പണിത് ബ്രോ. ഞങ്ങൾ അതിലിറങ്ങി പോയിക്കിട്ടല്ലേ പാലം പണിത് രക്ഷപ്പെട്ടു. ഡേഞ്ചർ ഇതില്ലേ ഈ കുഴി. ഓ എൻ്റെ ഓപ്പണാക്കി രക്ഷപ്പെട്ടു. പണിതിട്ട് തന്നെ ഇപ്പം തന്നെ പൊളിഞ്ഞു കണ്ടോ. അതിലേ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പണിത് കഴിഞ്ഞ് എന്നിട്ട് അത് പൊളിഞ്ഞു. അപ്പോൾ നാലച്ച് നോക്ക് എന്താ പണിതൻ്റെ ഉഷാറെന്താ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ മാന് കൂട്ടം കൂടിയിട്ട് രാത്രി ഫുള്ള് അവിടെ നൈറ്റ് ഫുള്ള് അവിടെ കിടന്നുറങ്ങാം. കാണിച്ചു തരാം. ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന ഈ ചേച്ചിമാർ. ചേച്ചിമാർ മീൻ ചെറിയ പരല് കിട്ടുമായിരിക്കും അല്ലേ. ഇവിടെ ഫോറസ്റ്റ് ഓഫീസും ചിലപ്പോൾ അമ്മമാർ കൈ കാണിക്കും.